നമ്മുടെ ജീവിതത്തിനുള്ളിൽ, ഹൃദയത്തിൽ, ആത്മാവിൽ അകത്ത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ പുറത്തെ അടയാളമാണ് ഫ്രൂട്ട് ഓഫ് ദി സ്പിരിറ്റ്. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. ഈ പുതിയ ആഴ്ചയിലേക്ക്, പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകരെയും വീണ്ടും മോർണിംഗ് ഗ്ലോറി എപ്പിസോഡുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പാസ്റ്ററിൽ നിന്ന് നമ്മൾ അതിശക്തമായ ഒരു വചന സന്ദേശം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും തയ്യാറെടുക്കാം. ലോകമെമ്പാടുമുള്ള ബ്ലെസ്സിങ് ടുഡേ കുടുംബത്തെ ഞങ്ങളിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ സമയത്ത് ലൈവ് ചാറ്റിൽ നിങ്ങൾ എവിടെ നിന്നാണ് ജോയിൻ ചെയ്യുന്നത് അത് മെൻഷൻ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. സോ ലെറ്റ്സ് ഗെറ്റ് റെഡി. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ എപ്പിസോഡ് സാധ്യമാക്കിയ സ്പോൺസേഴ്സിന് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്കൊരു കോ സ്പോൺസറാണുള്ളത്. പാടിവട്ടത്തിൽ നിന്ന് ആനി റെജി സിസ്റ്ററാണ്. നമുക്ക് ഒരുമിച്ച് ഈ സിസ്റ്ററിനും കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ആനി സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ കുടുംബത്തിൻ്റെ മേൽ അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞങ്ങൾ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു. ദൈവികമായ തലമുറകളെ ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ആ കാര്യത്തിൽ ഒരു വഴി തുറക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ കർത്താവെ, ഈ കുടുംബത്തിന് തലമുറകളെ കൊടുക്കണമേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് സിസ്റ്ററേയും കുടുംബത്തെയും ഞങ്ങൾ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യങ്ങൾക്കൊരു അനുഗ്രഹമായി തീരട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഞങ്ങളുടെ ടീമിനെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. ആമേൻ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഈ ആഴ്ച അതിശക്തമായ ചില മീറ്റിംഗ്സ് നടക്കുന്നു. ട്രിവാൻഡ്രം പട്ടണത്തിൽ നമുക്ക് ദ ഗ്യാതറിംഗ് എന്ന പേരിൽ നമ്മുടെ സർവീസ് നടക്കുന്നു. ഈ ആരാധന ഇംഗ്ലീഷിലായിരിക്കും, കഴക്കൂട്ടത്ത് വെച്ചായിരിക്കും നടക്കുന്ന. അതിൻ്റെ ഡീറ്റെയിൽ സ്ക്രീനിലുണ്ട്. അപ്പോൾ തന്നെ ബാംഗ്ലൂരിൽ നമ്മൾ അനേക വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഒരു മീറ്റിംഗ് നടത്തുന്നത്. സോ ബാംഗ്ലൂരിലും ഇതേ മീറ്റിംഗ് ദ ഗ്യാതറിംഗ് April 24 നടക്കുന്നു. അന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് വർഷിപ്പ് ലീഡറുണ്ട്, ബ്രദർ ബിബിൻ മാത്യു. അദ്ദേഹം കൂടി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു. അതും ഒരു ഇംഗ്ലീഷിലുള്ള ഒരു ആരാധനയായിരിക്കും. സോ അതിൽ എല്ലാവരും, സ്പെഷ്യലി ബാംഗ്ലൂരിലുള്ള വ്യക്തികളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് അവിടെ പരിചയമുള്ള വ്യക്തികളുണ്ടെങ്കിൽ അവരെ അറിയിക്കുക. എന്നാൽ May 1 നമുക്ക് ഹാപ്പി ഹോംസ് ഫാമിലി കോൺഫറൻസ്, മാരേജ് കോൺഫറൻസ് നടക്കുന്നു. അത് ബ്ലെസ്സിങ് ടുഡേ കൊച്ചിയിൽ വെച്ചാണ് നടക്കുന്നത്. എല്ലാ മാരീഡ് ആയിട്ടുള്ള കപ്പിൾസ്, അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ മീറ്റിംഗ് ആണ്. നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക, അതിനു വേണ്ടി വരിക. നമ്മുടെ ഫുൾ പാസ്റ്ററൽ ടീം ഉണ്ടായിരിക്കും. പാസ്റ്റർ ഡാമിയൻ, പാസ്റ്റർ ഷമ ഉണ്ടായിരിക്കും. അപ്പോൾ തന്നെ ഡൽഹിയിൽ നിന്ന് പാസ്റ്റർ സ്റ്റാൻലി ആൻഡ് എമി ഇവരെല്ലാവരും വന്ന് ശുശ്രൂഷിക്കുന്നതാണ്. സോ അതിലേക്ക് ഇൽ ബി എൻ അമേസിങ് ടൈം. സോ ഒരുമിച്ച് കുടുംബങ്ങൾ വന്ന് ചേരുക. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. അതിനുശേഷം അതിൻ്റെ സന്ദേശം കേൾക്കാം. യേശുവിൽ എൻ തോഴനെ കണ്ടേ, എനിക്കെല്ലാമായവനെ, പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനെ, ശാരോനിൻ പനി നീർപുഷ്പം, അവനെ ഞാൻ കണ്ടെത്തിയേ, പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനെ, തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നു, എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റതാ, ഓ ശാരോനിൻ പനി നീർപുഷ്പം, അവനെ ഞാൻ കണ്ടെത്തിയേ, പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനെ, പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനെ. ലോകരെല്ലാം കൈവേടിഞ്ഞാലും ശോകഭാരം മേറിയാലും യേശു രക്ഷകനൻ താങ്ങും തണലുമായി, അവൻ എന്നെ മറക്കും
മൃത്യുവിലും കൈവിടില്ല. അവനിഷ്ടം ഞാൻ ചെയ്തെന്നും ജീവിക്കും. തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നു. എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റതാ. ഓ ശാരോനിൻ പനി നീർപുഷ്പം അവനെ ഞാൻ കണ്ടെത്തിയേ. പതിനായിരങ്ങളിൽ ഏറ്റം സുന്ദരനെ. ഓ പതിനായിരങ്ങളിൽ ഏറ്റം സുന്ദരനെ. വെൽക്കം ബാക്ക്. പുതിയൊരാഴ്ചയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ആഴ്ച ഐ നോ ദിസ് ഈസ് ഗോയിങ് ടു ബി റിയലി എക്സൈറ്റിംഗ്. എല്ലാവരും റെഡിയാകുക. നിങ്ങളുടെ ബൈബിൾ, നിങ്ങളുടെ ഡിവോഷണൽ ഡയറി എടുക്കുക, പേനയൊക്കെ എടുക്കുക. വാ, ഹിയർ വി ഗോ. ഏപ്രിൽ 20 മൺഡേ നിങ്ങളുടെ ഡയറിയിൽ ആ പേജ് എടുക്കുക. അതിലൊരു റിബണൊക്കെ ഉണ്ടല്ലോ, ആ റിബൺ വയ്ക്കുക. എന്നിട്ട് ഇന്നത്തെ ഫോക്കസ് വേർഡ് ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. ആത്മാവിൻ്റെ ഫലം, ഫലങ്ങളല്ല ഫലം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, കമൻറ്റ് സെക്ഷനിൽ പെട്ടെന്ന് ടൈപ്പ് ചെയ്യുക. ഇത് അറ്റൻഡ് ചെയ്യുന്നവർ നിർബന്ധമായും സ്നേഹത്തോടെ പറയുകയാണ്. കമൻറ്റ് സെക്ഷനിൽ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. അത് ടൈപ്പ് ചെയ്യുമ്പോൾ എനിക്കറിയാം നിങ്ങളത് കണ്ടു, നിങ്ങൾ ഹാജരുണ്ടെന്നാണ് ഞാനതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഓരോ പ്രാവശ്യവും ഫോക്കസ് വേർഡ് ആദ്യം അങ്ങ് ടൈപ്പ് ചെയ്തേക്കണം. അപ്പോൾ നിങ്ങളുടെ ഐഡിയിൽ നിന്നും ആ ഫോക്കസ് വേർഡ് ടൈപ്പ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇന്നയാൾ പ്രസൻ്റായി, ഇന്നയാൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എനിക്കൊന്നും അറിയണ്ടേ ആരൊക്കെ ഉണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഇനി ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-23 വചനങ്ങളാണ് ഫോക്കസ് വേഴ്സായിട്ട് തന്നിരിക്കുന്നത്. ബട്ട് ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് ഈസ് ലവ്, ജോയ്, പീസ്, ഫോർബിയറൻസ്, കൈൻഡ്നസ്, ഗുഡ്നസ്, ഫെയ്ത്ത്ഫുൾനെസ്, ജെന്റിൽനെസ് ആൻഡ് സെൽഫ് കൺട്രോൾ. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. ഡെക്ലറേഷൻ നോക്കുക. ഇനി പറ്റുന്നവരൊക്കെ ആ ഗലാത്യ ലേഖനം 5:22-23 ആത്മാവിൻ്റെ ഫലമൊക്കെ കായ്ക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രോഫറ്റിക് ആക്റ്റായി നിങ്ങളുടെ ബൈബിൾ ആപ്പിൽ നിന്നും ഇംഗ്ലീഷോ മലയാളമോ ആ ബൈബിൾ വചനം കോപ്പി ചെയ്ത് കമൻറ്റ് സെക്ഷനിലേക്ക് ഇടുക. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിത്ത് വിതയ്ക്കുന്ന പോലെയാണ് നിങ്ങൾ വിചാരിച്ചാൽ മതി. ഡെക്ലറേഷൻ നോക്കുക. ദ സ്പിരിറ്റ് പ്രൊഡ്യൂസസ് ബ്യൂട്ടിഫുൾ ഫ്രൂട്ട് ഇൻ മീ ടുഡേ. ആത്മാവ് തൻ്റെ മനോഹരമായ ഫലം എന്നിൽ ഇന്ന് പുറപ്പെടുവിക്കുന്നു. മൈ ലൈഫ് റിഫ്ലെക്ട്സ് ക്രൈസ്റ്റ് ടു എവ്രി വൺ ഐ മീറ്റ്. ഞാൻ കണ്ടുമുട്ടുന്ന എല്ലാവരിലേക്കും ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുവാൻ അത് മുഖാന്തരം ഇടയാകും. ഇതൊക്കെ വിശ്വസിക്കുന്നവർ അതും ടൈപ്പ് ചെയ്തിടുക. ബൈബിൾ റീഡിംഗ് പ്ലാൻ നോക്കണം, വായിക്കണം, ടിക്ക് ചെയ്യണം. ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ് അല്ലെങ്കിൽ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റിനെ കുറിച്ച് വലിയൊരു സീരീസ് തന്നെ ചില മാസങ്ങൾക്ക് മുമ്പ് ഈ മോർണിംഗ് ഗ്ലോറിയിൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നതിൻ്റെ ജസ്റ്റ് ഒരു റിഫ്രഷ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതേ ഉള്ളൂ. അന്ന് നമ്മൾ ചെയ്തത് 9 ഫലവും ഓരോന്നോരോന്നായിട്ടെടുത്ത് പഠിച്ചു. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ, കൺക്ലൂഷനൊക്കെ വേറെയും ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു 2 ആഴ്ച കൊണ്ട് 6+6 12 ഡേയ്സ് കൊണ്ടാണ് നമ്മളന്നത് ചെയ്തത്. വിശദമായിട്ടുള്ളത് മോർണിംഗ് ഗ്ലോറിയിൽ തന്നെ ഉണ്ട്. ഓരോന്നും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ ആഴത്തിൽ ഡീപ്പർ ലെവലിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സെർച്ച് ചെയ്താൽ ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറിയിൽ തന്നെ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് അല്ലെങ്കിൽ ലവ്, ജോയ്, പീസ് അങ്ങനെയുള്ളതൊക്കെ അടിച്ചു കൊടുത്താൽ മിക്കവാറും നിങ്ങൾക്കത് കിട്ടും. കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്. ഇനി അന്ന് അറ്റൻഡ് ചെയ്തവർ ചെയ്യേണ്ടത് നിങ്ങളുടെ പഴയ നോട്ട്സിലേക്ക് പോയിട്ട് അതൊന്നിങ്ങനെ പേജുകളൊക്കെ ഒന്ന് മറിച്ച് ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കുക. ഇതെല്ലാം ജീവിച്ചെഴുന്നേറ്റ് വരും. 4 കാര്യങ്ങൾ പറഞ്ഞോട്ടെ. നമ്പർ 1, the fruit of the spirit is the evidence of
ഗോഡ്സ് വർക്ക് വിതിൻ. നമ്മുടെ അകത്ത് ദൈവപ്രവൃത്തി ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് ആത്മാവിൻ്റെ ഫലം. അകത്ത്, പുറത്തല്ല, അകത്ത്. നമ്മുടെ ജീവിതത്തിനുള്ളിൽ, ഹൃദയത്തിൽ, ആത്മാവിൽ അകത്ത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ പുറത്തെ അടയാളമാണ് ഫ്രൂട്ട് ഓഫ് ദി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ഫലം. അത് വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ എന്ന് ടൈപ്പ് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക. ഈ ഫ്രൂട്ട് എന്ന് പറയുന്നത്, ഫ്രൂട്ട് ഈസ് നോട്ട് സംതിങ് വി ഫോഴ്സ്, ഇറ്റ്സ് സംതിങ് ദാറ്റ് ഗ്രോസ് നാച്ചുറലി ഫ്രം വിതിൻ. ആത്മാവിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ പരിശ്രമിച്ച് പിരിമുറുക്കത്തോടുകൂടെ ഒത്തിരി യത്നിച്ച് വേർത്ത് കുളിച്ചിങ്ങനെ ഉണ്ടാക്കി പുറപ്പെടുവിക്കുന്നതല്ല ആത്മാവിൻ്റെ ഫലം. പകരം ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഗ്രോസ് നാച്ചുറലി ഫ്രം വിതിൻ. അകത്ത് നിന്ന് സ്വതവേ ഉണ്ടായി ഉളവായി കായ്ച്ച് വരുന്നതാണ് യഥാർത്ഥ ആത്മാവിൻ്റെ ഫലം. ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, അതിനെ വിളയിച്ചെടുക്കാനേ പറ്റൂ. അതിനെ കൾട്ടിവേറ്റ് ചെയ്യാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. ജോൺ 15:8, യോഹന്നാൻ്റെ സുവിശേഷം 15:8, ദിസ് ഈസ് ടു മൈ ഫാദേഴ്സ് ഗ്ലോറി ദാറ്റ് യു ബെയർ മച്ച് ഫ്രൂട്ട്. എൻ്റെ പിതാവിൻ്റെ മഹത്വത്തിനായി നിങ്ങൾ അധികം ഫലം കായ്ക്കേണ്ടതാകുന്നു. അല്ലെങ്കിൽ നിങ്ങൾ അധികം ഫലം കായ്ക്കയാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. ഫിലിപ്പ് ലേഖനം 1:11 വായിക്കുമ്പോൾ, ഫിൽഡ് വിത്ത് ദ ഫ്രൂട്ട് ഓഫ് റൈച്ചസ്നസ്, നിങ്ങൾ നീതിയുടെ ഫലത്താൽ നിറയണം. നീതിയുടെ ഫലത്താൽ നിങ്ങൾ നിറയണം. മത്തായി 7:16, ബൈ ദെയർ ഫ്രൂട്ട് യു വിൽ റെക്കഗ്നൈസ് ദം. അവരെ അവരുടെ ഫലം കൊണ്ട് നിങ്ങൾ അറിയും. 3 വചനങ്ങളാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് തന്നത്. അതിൽ 15:8, യോഹന്നാൻ 15:8, അധികം ഫലം കായ്ക്കുമ്പോൾ പിതാവ് മഹത്വപ്പെടുന്നു. ഈ ഭൂമിയിൽ നമ്മിൽ ആത്മാവിൻ്റെ ഫലം അധികമായി കായ്ക്കാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? പിതാവിൻ്റെ നാമം സ്വർഗത്തിലും ഭൂമിയിലും കൂടുതൽ മഹത്വപ്പെടും. ഓക്കെ, ഫിലിപ്പ് ലേഖനം 1:11, ഫിൽ വിത്ത് ദ ഫ്രൂട്ട് ഓഫ് റൈച്ചസ്നസ്, നീതിയുടെ ഫലത്താൽ നിറഞ്ഞു വരണം എന്ന് പറഞ്ഞിരിക്കുന്നു. നീതിയുടെ ഫലം ആത്മാവിൻ്റെ ഫലമാണ്. മത്തായി 7:16 വ്യക്തികളെ വിവേചിക്കുവാനുള്ളൊരു ക്ലൂ തന്നിട്ടുണ്ട്. ഒരു വ്യക്തി ശരിയാണോ ശരിയല്ലേ, ഒരു ശുശ്രൂഷകൻ ശരിയാണോ ശരിയല്ലേ, ഒരു പ്രവാചകൻ കള്ളപ്രവാചകനാണോ യഥാർത്ഥ പ്രവാചകനാണോ, ഒരു പാസ്റ്റർ ശരിക്കുള്ള പാസ്റ്ററാണോ കള്ള പാസ്റ്ററാണോ, ഒരു അപ്പസ്തോലൻ ശരിക്കുള്ള അപ്പസ്തോലനാണോ കള്ള അപ്പസ്തോലന്മാരാണോ അല്ലെങ്കിൽ വ്യാജ അപ്പസ്തോലന്മാരാണോ, സുവിശേഷകന്മാർ, ഉപദേഷ്ടാക്കന്മാർ, ആരും കറക്റ്റാണോ ഇല്ലയോ എന്ന് എങ്ങനെ വിവേചിച്ചറിയാം? വളരെ ക്ലിയറായിട്ട് അതിനുള്ളൊരു ക്ലൂ കർത്താവ് തന്നു. വിവേചിക്കുന്നത് എങ്ങനെയാണ്? ആ വൃക്ഷത്തിൻ്റെ ഫലം നോക്കിയാൽ മതി. ആ വ്യക്തികളിൽ നിന്ന് അല്ലെങ്കിൽ ഈ ശുശ്രൂഷകളിൽ നിന്ന്. ഇനി ഒരു വിശ്വാസി കള്ളവിശ്വാസിയാണോ യഥാർത്ഥ വിശ്വാസിയാണോ എങ്ങനെ അറിയാം? ഫലം നോക്കിയാൽ മതി. ഫലം എന്ന് പറയുന്നത് പ്രധാനമായും പ്രവൃത്തികളാണ്. അല്ലെങ്കിൽ ആ വ്യക്തിയിലൂടെ പുറത്തേക്ക് വരുന്ന വാക്കുകൾ, പ്രവൃത്തികൾ, സകലവും. അതാണ് അതിൻ്റെ ഫ്രൂട്ട് എന്നുദ്ദേശിക്കുന്നത്. അത് നോക്കിയാൽ അറിയാം. അപ്പോൾ ഒരു വൃക്ഷം നിങ്ങൾ നട്ടു, ആ വൃക്ഷം വളർന്ന് ഭയങ്കരമായിട്ട് നല്ല തടിയായി ശാഖകളും ഉപശാഖകളും ഒക്കെ ആയിട്ട് ഭയങ്കര വൃക്ഷമായിട്ട് ഇങ്ങനെ നിൽക്കുക. പക്ഷേ ഫലമൊന്നുമില്ല, ഒറ്റ ഫ്രൂട്ടും ഉണ്ടാകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു നാണക്കേട്. ഇവിടെ നിങ്ങൾ പോയിട്ട് കറക്റ്റ് അതുപോലെ, ഇപ്പോൾ ആപ്പിൾ ആണെന്നിരിക്കട്ടെ അല്ലെങ്കിൽ മാംഗോ ട്രീ ആണെന്നിരിക്കട്ടെ, നിങ്ങൾ പോയി കറക്റ്റ് മാമ്പഴം പോലെ തന്നെ തോന്നിക്കുന്ന പ്ലാസ്റ്റിക് കൊണ്ടുള്ള കുറേ മാമ്പഴങ്ങൾ മേടിച്ചു. എന്നിട്ട് ചെറിയ നൂല് കൊണ്ടത് കെട്ടി ഇത് മുഴുവൻ മാവ് മുഴുവൻ കമ്പുകളിലെല്ലാം ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടു. നോക്കുമ്പോൾ നല്ല ഭംഗിയാണ്. പക്ഷെ ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനം അതുകൊണ്ടില്ല. ഇതുപോലെ തന്നെ ആത്മാവിൻ്റെ ഫലത്തെ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ സാധ്യമല്ല. അതകത്ത് നിന്ന് വളർന്ന് പുറത്തേക്ക് കായ്ച്ചിറങ്ങണം. ക്ലിയറാണോ? അതുകൊണ്ടാണ് ഇതിനെ ആത്മാവിൻ്റെ ഫലം എന്ന് പറയുന്നത്. ആത്മാവ് അകത്ത് പ്രവർത്തിച്ചിട്ടാണ് ഇത് പുറത്തേക്ക് വരുന്നത്. വൃക്ഷം നല്ലതെങ്കിൽ അതിൻ്റെ ഫലവും നല്ലതായിരിക്കും. വൃക്ഷം നല്ലതല്ലെങ്കിൽ അതിൻ്റെ ഫലവും നല്ലതല്ല.
വൃക്ഷം ഫലം കായ്ക്കുന്നില്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്സ് ഒത്തിരി ഉണ്ട്. വൃക്ഷം ഹെൽത്തി ആണോ, കറക്റ്റ് ബ്രീഡാണോ, ശരിക്കുള്ളതാണോ, കാട്ടുവൃക്ഷമാണോ, നാട്ടുവൃക്ഷമാണോ, നല്ല വൃക്ഷമാണോ, ചീത്ത വൃക്ഷമാണോ, ഇതെല്ലാം അതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. ഇനി രണ്ടാമത്തെ കാര്യം, പോയിന്റ് നമ്പർ 2, ദ ഫ്രൂട്ട് ഈസ് സിംഗുലർ ബട്ട് മാനിഫോൾഡ്. നമ്മളവിടെ ശ്രദ്ധിച്ചോ എന്നറിയില്ല, എല്ലാ തർജ്ജമകളിലും നമ്മൾ കാണുന്നൊരു കാര്യം ദ ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നാണ്, ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് എന്നാണ്. ശരിക്കും അവിടെ പറയേണ്ടത് ഫ്രൂട്ട്സ് എന്നല്ലേ. 9 ഐറ്റംസ് അതിന് ശേഷം പറഞ്ഞിട്ടുണ്ട്. സാധാരണ ഞാനും പറയുമ്പോൾ തെറ്റിപ്പോകാറുണ്ട്, ഫ്രൂട്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. കാരണം അതിന് ശേഷം 9 പറയുന്നത് കൊണ്ട് അത് ബഹുവചനമാണ്, അത് പ്ലൂരലായതുകൊണ്ട് നമ്മൾ അറിയാതെ ഫ്രൂട്ട്സ്, ഫലങ്ങൾ, മലയാളത്തിലും പറയുമ്പോൾ തെറ്റിപ്പോകാറ് ആത്മാവിൻ്റെ ഫലങ്ങൾ എന്ന് പറയാറുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, വളരെ വ്യക്തമായി എല്ലാ ബൈബിളും തർജ്ജമകളിലും നോർമലി നമ്മൾ കാണുന്നത് ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിൻ്റെ ഫലമോ എന്നാണ്. ഒരിക്കലും ബഹുവചനത്തിൽ പറഞ്ഞിട്ടില്ല. എന്നിട്ടാണ് 9 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, അങ്ങനെ 9 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന് ഒരൊറ്റ ഫ്രൂട്ടായിട്ടാണ് നമ്മൾ കാണുന്നത്. കൊലോസ് ലേഖനം 3, 12, 13, 14 3 വചനങ്ങൾ എടുത്ത് പഠിക്കുമ്പോൾ ക്ലോത്ത് യുവർ സെൽസ് വിത്ത് ദീസ് വെർച്യൂസ്. ഈ നന്മകളാൽ അല്ലെങ്കിൽ ഈ ഫലത്താൽ, ഈ ഗുണഗണങ്ങളാൽ നിങ്ങളെ തന്നെ നിങ്ങൾ വസ്ത്രം ധരിക്കും പോലെ ധരിച്ചുകൊള്ളുവിൻ. അതാണ് കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 14 വരെ കാണുന്നത്. ആ ഭാഗം നമുക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ഇങ്ങനെയാണ് കാണുന്നത്. Therefore, as God's chosen people, holy and dearly beloved, clothe yourselves with compassion, kindness, humility, gentleness and patience. Bear with each other and forgive one another. If any of you has a grievance against anyone, forgive as the Lord forgave you. അടുത്തത്, and over all these virtues put on love, which binds them all together in perfect unity. അവിടെ ഇതുപോലെ തന്നെ ഈ പറഞ്ഞതെല്ലാം വീണ്ടും ഭയങ്കരമായിട്ട് എംഫാറ്റിക്കായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ധരിച്ചുകൊള്ളുവിൻ. 2 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 7 വരെ വായിക്കുമ്പോഴും ഇതുപോലെ ക്ലസ്റ്റർ ഓഫ് വെർച്യൂസ്, കുറേയധികം ഗുണമേന്മകൾ, നന്മകൾ നമ്മിൽ ഉണ്ടാകേണ്ടതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 2 പത്രോസ് 1-5 മുതൽ 7. ആഡ് ടു യുവർ ഫെയ്ത്ത് ദിസ് ക്വാളിറ്റി. നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് അങ്ങനെ ചെയിനായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ആഡ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ ഒറ്റയടിക്കല്ല ഇത് ഉണ്ടാകുന്നത്, അല്ലേ? ഇപ്പം നമ്മൾ ഒരു വൃക്ഷത്തിലാണെങ്കിൽ പോലും നമ്മളങ്ങ് നോക്കുമ്പോൾ, ഇന്ന് നോക്കി പിറ്റേ ദിവസം നോക്കുമ്പോൾ മുഴുവൻ കായ്കളായിട്ട് അങ്ങനെ കിടക്കുക ഇല്ല. അത് ആദ്യം പൂമുട്ട് വരണം, അത് പതുക്കെ വിരിഞ്ഞ് പുഷ്പങ്ങളാകും. പുഷ്പങ്ങളായ ശേഷം അതിൽ നിന്നും അകത്ത് നിന്ന് പതുക്കെ ഒരു ഫ്രൂട്ട് വരാൻ തുടങ്ങി. ആ ഫ്രൂട്ട് പതുക്കെ ചെറുതായിരിക്കും, അത് വലുതായി അതിൻ്റെ റൈപ്പൻ സ്റ്റേജിലേക്ക് വരണം. സോ ഇറ്റ്സ് എ പ്രോസസ്സ്. അതൊരു അല്പം സമയമെടുക്കും. ഒരു സീസൺ കഴിയുമ്പോൾ ചിലപ്പോൾ അടുത്ത സീസണിലായിരിക്കും ഇനി അടുത്തുണ്ടാവും. ഇങ്ങനെ ഓരോ സീസണുകളിൽ ഇത് കായ്ച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെയല്ലേ സാധാരണ സംഭവിക്കും. ഇതുപോലെ തന്നെ നമ്മൾ പരിശുദ്ധാത്മാവിൽ നിന്നുള്ള ഫലം പുറപ്പെട്ട് കൊണ്ടേയിരിക്കണം. എഫെസ്യ ലേഖനം 5:9 നോക്കിയാൽ ഫ്രൂട്ട് ഓഫ് ലൈറ്റ് കൺസിസ്റ്റ് ഇൻ ഓൾ ഗുഡ്നെസ്. അവിടെ വെളിച്ചത്തിൻ്റെ ഫലം എന്ന് പറയുന്നുണ്ട്. എല്ലാ നന്മകളാലും വെളിപ്പെടുന്നു. വെളിച്ചത്തിൻ്റെ ഫലമാണ്. രക്ഷിക്കപ്പെടാത്തവരിൽ, ശരിക്കും വീണ്ടും ജന്മം പ്രാപിക്കാത്തവരിൽ വെളിപ്പെടുന്നത് പലപ്പോഴും ഇരുളിൻ്റെ ഫലമായിരിക്കും. ഇരുളിൻ്റെ ഫലമായ, തിന്മയുടെ ഫലമായ പലത്. എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളിൽ വെളിപ്പെടേണ്ടത് ഫ്രൂട്ട് ഓഫ് ലൈറ്റ്, വെളിച്ചത്തിൻ്റെ ഫലം ആണ്. ഇനി ധവളപ്രകാശം അഥവാ വെളുത്ത പ്രകാശരശ്മികൾ ഒരു പ്രിസത്തിലൂടെ, പ്രിസം എന്ന് പറയാൻ അറിയാലോ, ഈ ഷേപ്പിൽ ട്രയാങ്കിൾ ഷേപ്പിൽ ഇരിക്കുന്ന ഒരു ഗ്ലാസ് കൊണ്ടുള്ള ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പാണ് പ്രിസം. ഒരു ത്രികോണ സ്തംഭം എന്ന് വേണമെങ്കിൽ പറയാം. അതിലൂടെ വൈറ്റ് ലൈറ്റ് പാസ് ചെയ്താൽ ഇപ്പുറത്ത് റിഫ്രാക്ഷനിലൂടെ 7 കളറുകളായിട്ട് ഇപ്പുറത്ത് വരും. ഞങ്ങൾ പഠിച്ചിരുന്ന കാലത്ത് ഫിസിക്സ് ലാബിൽ പോയിട്ട് ഞങ്ങൾക്കിത് ചെയ്യാനുണ്ടായിരുന്നു. വൈറ്റ് ലൈറ്റ് ഇങ്ങനെ വരുന്നതും ഇപ്പുറത്തത് വരുന്നതും അതിലൂടെ വീക്ഷിക്കുന്നതൊക്കെ ഞങ്ങളുടെ ഒരു പ്രാക്ടിക്കൽ അസൈൻമെൻറ്റ്സ് ആയിരുന്നു.
അപ്പോൾ ഒരു ബീമാണ്, വൈറ്റ് ബീമാണ് വരുന്നതെങ്കിൽ ഇപ്പുറത്തെത്തുമ്പോൾ അത് 7 മാറും. സോ അത് ഒറ്റ ബീമാണ് ആക്ച്വലി. അതിനെ പ്രകാശപുഞ്ചം എന്നാണ് പറയുന്നത്. ഒരു ഒറ്റ ബീം ഓഫ് ലൈറ്റ് ഇപ്പുറത്ത് വരുമ്പോൾ 7 മാറും. ഇതുപോലെ തന്നെ ഒരാത്മാവാണ്, ഒരേ പരിശുദ്ധാത്മാവാണ്. പക്ഷേ പുറത്തേക്ക് 7 വർണ്ണങ്ങൾ പോലെ, അതിനെ നമ്മൾ വിബ്ജിയോർ അല്ലെങ്കിൽ വർണ്ണരാജി എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. അപ്പോൾ അതിൽ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് ഇങ്ങനെയുള്ള കളേഴ്സ് പുറത്തേക്ക് വരും. ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വന്ന് നമ്മിൽ നിന്നും 9 തരത്തിലുള്ള ഫലം പുറപ്പെടുന്നത്. അതൊന്നായിട്ടാണ്. കാരണം ഒരാത്മാവിൻ്റെ പ്രവൃത്തി ആയതുകൊണ്ടാവാം ഒരുപക്ഷെ ഏകവചനത്തിൽ പറയുന്നത്, ഫ്രൂട്ട് സിംഗുലാർ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരേ പരിശുദ്ധാത്മാവ് വിവിധ നന്മകളായി, ഗുണങ്ങളായി നമ്മിൽ നിന്നും വെളിപ്പെടുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. പോയിന്റ് നമ്പർ 3 എഴുതുക. ദ ഫ്രൂട്ട് ഗ്രോസ് ത്രൂ അബൈഡിങ് ഇൻ ക്രൈസ്റ്റ്. ഫലം വളരുന്നത് ക്രിസ്തുവിൽ വസിക്കുന്നതിലൂടെയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പോയിന്റുകളെല്ലാവരും ടൈപ്പ് ചെയ്ത് ഇതിനകത്തിടണം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കമൻറ്റ് സെക്ഷനിലൊക്കെ നോക്കുന്ന സമയത്ത് കണ്ടത്, പലരും ആമേനും പ്രൈസലോടും അതൊക്കെയാണ് ഇട്ട് വയ്ക്കുന്നത്. പ്രാർത്ഥന വിഷയങ്ങൾ ഇടുന്നവരുണ്ട്, നോ പ്രോബ്ലം, യു ക്യാൻ പുട്ട് യുവർ പ്രേയർ റിക്വസ്റ്റ്. ഒത്തിരി പേരത് കാണുകയും പ്രാർത്ഥിക്കാനും ഒക്കെ നല്ലതാണ്. എന്നാൽ അധികവും ഈ കാര്യങ്ങൾ അതിലിടണം. അതുകൂടാതെ ഞാൻ ഈ വചനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് അതിനോട് കണക്ട് ചെയ്ത് വചനങ്ങൾ വന്നാൽ, അന്ന് പഠിപ്പിച്ചത് ഓർമ്മ വന്നാൽ, അതുകൂടെ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടാം, നോ പ്രോബ്ലം. സോ ഈ കമൻറ്റ് സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു ഹബ്ബാണ്. അവിടേക്കാണ് നിങ്ങൾ ഇട്ടുകൊണ്ടിരിക്കേണ്ടത്. ഓക്കെ, ദ ഫ്രൂട്ട് ഗ്രോസ്, മൂന്നാമത്തേതാണ് ത്രൂ അബൈഡിങ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ വസിക്കുന്നതിലൂടെയാണ് ഫലം വളരുന്നത്. അല്ലെങ്കിൽ ക്രിസ്തുവിൽ വസിച്ചാൽ മാത്രമേ ഈ ഫലം വളരുകയുള്ളൂ, അല്ലെങ്കിൽ വളരാതിരിക്കും. ഫ്രൂട്ട്ഫുൾനെസ് ഡിപ്പെൻഡ്സ് ഓൺ കണക്ഷൻ, നോട്ട് എഫേർട്ട് അലോൺ. നേരത്തെ പറഞ്ഞല്ലോ, ഭയങ്കരമായ ഒരു വൃക്ഷം പിരിമുറുക്കത്തോടുകൂടി അധ്വാനിക്കുകയോ പിരിഞ്ഞു മുറുകയോ ഒക്കെ ചെയ്യുമ്പോഴല്ല, ഈ വൃക്ഷം തന്നെ ഇങ്ങനെ പിരിഞ്ഞു മുറുകി അപ്പോഴല്ല ഫലം വരുന്നത്. വേണ്ടത്ര ഈ ഓരോ കൊമ്പും ആ തായ്തടിയിൽ വസിക്കുമ്പോൾ താനെ അതിൽ നിന്നും ന്യൂട്രീഷനും ആവശ്യമുള്ളതെല്ലാം ഒഴുകി അത് ഫലമായി പുറത്തേക്ക് വന്നോളും. അതിനുവേണ്ടി ഭയങ്കര എഫേർട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. യോഹന്നാൻ 15:5 Whoever abides in me will bear much fruit. എന്നിൽ വസിക്കുന്നവനെല്ലാം ധാരാളം ഫലം കായ്ക്കും. എന്നിൽ വസിക്കുന്നവനെല്ലാം ധാരാളം ഫലം കായ്ക്കും. സങ്കീർത്തനങ്ങൾ 1:3 കാണുന്നത്, ലൈക്ക് എ ട്രീ പ്ലാന്റഡ് ബൈ സ്ട്രീംസ് ഓഫ് വാട്ടർ. ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം. ജെറമായ 17:8. യിരെമ്യാവിൻ്റെ പുസ്തകം 17:8 അത് തന്നെ കാണാം. റൂട്ട്സ് റീച്ചിങ് ദ വാട്ടർ. വേര് വെള്ളം, ആറ്റരികത്താണെങ്കിൽ ആ വെള്ളത്തിൻ്റെ അരിയിലേക്ക് അതിൻ്റെ വേരുകൾ ഇറങ്ങിപ്പോകുന്നു. ഏതെങ്കിലും നന്നായിട്ട് ഫലം കായ്ക്കും. നിങ്ങൾ നോക്കുമ്പോൾ ഒരു മാവിൻ്റെ ഒരു കമ്പ്, ആ കമ്പിൽ ഒരെണ്ണത്തിൽ തന്നെ 300 മാങ്ങയുണ്ട്. ഉടൻ തന്നെ നിങ്ങളതിനെ വെട്ടി എടുത്ത് റൂമിനകത്ത് കൊണ്ടുവന്ന് വെച്ചു, അല്ലെങ്കിൽ വരാന്തയിൽ കൊണ്ടുവന്ന് വെച്ചു. മുകളിൽ കയറി ഒന്നും പറിക്കണ്ടല്ലോ, എപ്പോൾ വേണേലും അതിൽ നിന്ന് എടുക്കാമല്ലോ. എന്ത് സംഭവിക്കും? പിറ്റേ ദിവസം നോക്കുമ്പോൾ അത് മുഴുവൻ വാടിയിരിക്കും. ഇലകളെല്ലാം വാടി പതുക്കെ പതുക്കെ ഉണക്ക് ബാധിച്ച് ഇനി അതിൽ ഫലവുമില്ല, ജീവനുമില്ല. സോ നമ്മൾ കർത്താവിൽ വസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഫലം കായ്ക്കാൻ കഴിയൂ. കാരണം ലൈഫ് ഫ്ലോസ് ഫ്രം കണക്ഷൻ. കർത്താവുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ മാത്രമാണ് നമ്മിലൂടെ ജീവൻ ഒഴുകുന്നത്. നമ്പർ 4, ദ ലാസ്റ്റ് വൺ, ദ ഫ്രൂട്ട് റിക്വയർസ് കൾട്ടിവേഷൻ ആൻഡ് കോഓപ്പറേഷൻ. അപ്പോൾ തന്നെ നമ്മിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഫലം ഉളവാകണമെങ്കിൽ കൾട്ടിവേറ്റ് ചെയ്യണം. അതിനെ കൾട്ടിവേറ്റ് ചെയ്യുന്നതിൻ്റെ മലയാളം എന്താ പറയുക നിങ്ങൾക്കറിയാം? എന്താണെന്ന് വെച്ചാൽ അത് കൃഷി ചെയ്യുന്നത് പോലെ അതിനാവശ്യമുള്ള വെള്ളം, വളം, അങ്ങനെയുള്ളതെല്ലാം സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ വൃക്ഷത്തിന് ഫലം കായ്ക്കാൻ കഴിയൂ. അതാണ് നമ്മുടെ ഭാഗത്ത് നമ്മൾ ചെയ്യാനുള്ള പല കാര്യങ്ങളിലൊന്നും. While fruit is produced by the Spirit, we must cooperate with Him. ആത്മാവാണ് ഈ ഫലം നൽകുന്നത്. അതുകൊണ്ട് ആത്മാവിന് വേണമെങ്കിൽ ചെയ്തോട്ടെ എന്നല്ല, നാം സഹകരിച്ചെങ്കിൽ മാത്രമേ, നാം അവന് അവസരം കൊടുത്തെങ്കിൽ മാത്രമേ.
നാം പരിശുദ്ധാത്മാവിന് ഫ്രീഡം കൊടുത്തെങ്കിൽ മാത്രമേ നമ്മിലൂടെ അവൻ്റെ ഫലം പുറത്തേക്ക് വരികയുള്ളൂ. ഗലാത്യലേഖനം 5:16 വാക്ക് ബൈ ദ സ്പിരിറ്റ്. അവിടെ കാണുന്നത് ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ. റോമാലേഖനം 8:13 പുട്ട് ടു ഡെത്ത് ദ ഡീഡ്സ് ഓഫ് ദ ബോഡി, ദാറ്റ് മീൻസ് ഫ്ലഷ്. ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം. ജഡം മരിച്ചെങ്കിൽ മാത്രമേ ആത്മാവ് ജീവിക്കൂ. എബ്രായ ലേഖനം 12:11 പ്രൊഡ്യൂസസ് എ ഹാർവെസ്റ്റ് ഓഫ് റൈച്ചസ്നെസ്. നീതിയുടെ വിളവെടുപ്പുണ്ടാകും. നീതിയുടെ വിളവെടുപ്പ്. ഈ വചനങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവിന് നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കുക, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനോട് നമ്മൾ സഹകരിക്കേണ്ട കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു കൃഷിക്കാരൻ ഒരു വിത്തിനകത്ത് ജീവനുണ്ടാക്കാൻ ആ കൃഷിക്കാരന് സാധ്യമല്ല. എന്നാൽ ആ വിത്ത് പാകി അതിന് വളം കൊടുക്കാൻ, അതിനെ സംരക്ഷിക്കാൻ, കളകളെല്ലാം മാറ്റിക്കൊടുത്ത് വളരാനുള്ള സാഹചര്യം ഒരുക്കാൻ കൃഷിക്കാരന് സാധിക്കും. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്കൊരിക്കലും ഈ ജീവൻ ഉണ്ടാക്കാനോ ഈ നന്മകൾ ഉളവാക്കാനോ സാധ്യമല്ല. അത് പരിശുദ്ധാത്മാവ് ചെയ്തോളും. നമ്മൾ അതിനുള്ള അവസരം കൊടുക്കണം, അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം, സഹകരിക്കണം. The principle is this: growth happens when there is cooperation. സഹകരണം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ വളർച്ച ഉണ്ടാകുകയുള്ളൂ. The spirit produces fruit as we cooperate daily. ദിവസവും നമ്മൾ സഹകരിക്കുമ്പോഴാണ് ആത്മാവ് ഫലം പുറപ്പെടുവിക്കുന്നത്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ആത്മാവിൻ്റെ ഫലം വേണമെന്ന്? അങ്ങനെയുള്ളവരൊക്കെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് നോട്ട് ചെയ്തിടുക. ഐ വാണ്ട് ദ ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലം എനിക്ക് വേണം. ആവശ്യമില്ലാത്തവരാരും ടൈപ്പ് ചെയ്യേണ്ട. ആവശ്യമുള്ളവരൊക്കെ ആ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക. നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കും. കർത്താവേ, ഇന്നത്തെ മോർണിംഗ് ഗ്ലോറി പ്രത്യേകിച്ച് ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ചുള്ളത് കേട്ട എല്ലാവർക്കുമായി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരിലും ആത്മാവിൻ്റെ ഫലം ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിനോട് സഹകരിക്കാൻ എല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവേ, രോഗികൾക്കായി ഞാൻ പ്രാർത്ഥിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഈ അഡിക്ഷൻസ്, പല ശരീരത്തിലുള്ള പല അഡിക്ഷൻസ്, പുകവലിയോ മദ്യപാനമോ ഡ്രഗ്സോ മറ്റെന്തെങ്കിലും ആകാം, അതിലൂടെ വന്ന ചില രോഗങ്ങൾ, അതിനാൽ ക്ലേശിക്കുന്ന പലരും, കർത്താവെ അതും അങ്ങ് സൗഖ്യമാക്കി കൊടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ നിങ്ങൾക്ക് ഇവിടെയാണല്ലോ പമ്പിരിക്കുന്നത്, അവിടെ കൈവെക്കാം. യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വാരിയെല്ലുകൾക്ക് തകരാറുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ് യേശുവിൻ്റെ നാമത്തിൽ. അതുപോലെ മെഡിസിനൽ അലർജി, ഏതൊക്കെയോ മരുന്ന് കഴിച്ചിട്ട് അതിൻ്റെ അലർജിയോ റിയാക്ഷനോ വന്ന് പ്രയാസപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ ഉണ്ടാകട്ടെ. അതുപോലെ കാതുകൾക്കകത്തുള്ള ഇൻഫെക്ഷൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. മൈഗ്രെയിൻ ഹെഡേക്ക് സൗഖ്യമാകട്ടെ. ക്യാൻസർ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് കുഞ്ഞുങ്ങളെ കൊടുക്കുന്നതിനായി നന്ദി. ഓരോരുത്തരെയും ബ്ലെസ് ചെയ്തതിനായി നന്ദി. ദുശീലങ്ങളെല്ലാം മാറ്റി കൊടുക്കണമേ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. സോ ഇന്നത്തേത് കണ്ടതിന് നന്ദി. എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കണേ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.